ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ പറ്റിയ ഒരു ചമ്മന്തി പറഞ്ഞു തരട്ടെ. ഞങ്ങൾ ആലപ്പുഴയിൽ പോയപ്പോൾ ബോട്ടിങ്ങിന് പോയപ്പോൾ അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾക്ക് തന്ന ഒരു ചമ്മന്തിയാണ്. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ ചേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കിയ ഒരു റെസിപ്പിയാണേ. അപ്പോൾ ചേട്ടൻ പറഞ്ഞും കൂടി തന്നായിരുന്നു. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തേങ്ങ എപ്പോഴും പതിവ് പോലെ ഞാൻ പൊട്ടിച്ചപ്പോൾ ശരിയായില്ല. അപ്പം ഞാൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ജസ്റ്റ് കറക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, ഒരു 2 പച്ചമുളക്, ഒരു 3-4 വെളുത്തുള്ളി, ഞാൻ 5 വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, ചെറുതായിരുന്നേ. കുറച്ച് മല്ലിയില, ഒരു പിടി വേണ്ട, അത്രയും വേണ്ട, മല്ലിയിലയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് അരച്ചെടുക്കാം കേട്ടോ. നല്ലോണം അരച്ചെടുത്തത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് അതിലോട്ടിടാനുള്ള വറവിന് വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചു. നല്ലോണം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് കടുകിട്ട് ഒരു സ്പൂണോളം കടുകിട്ടിട്ടുണ്ട്. വറ്റൽ മുളകും വേപ്പിലയും മാത്രം, ഇത് മാത്രമുള്ളൂ കേട്ടോ. അതും കൂടി ഒന്ന് മൂത്തിട്ട് ഈ പാത്രത്തിലോട്ട്, ഈ അരപ്പ് നമ്മൊരു പാത്രത്തിൽ വെച്ചില്ലേ, അരപ്പിലോട്ട് ഈ വറുത്തത് ഇതിനകത്തോട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് പിന്നെ ചൂടാക്കുന്നൊന്നുമില്ല കേട്ടോ. ഇങ്ങനെയാണ് അവിടെ ഉണ്ടാക്കിയത് ചമ്മന്തി. നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഈ ചമ്മന്തിനെ പറയണത് ആലപ്പുഴ ചമ്മന്തി. ആലപ്പുഴ ബോട്ടിങ്ങിന് പോയപ്പോൾ കിട്ടിയ കാരണം പിന്നെ ഈ ചമ്മന്തിനെ ആലപ്പുഴ ചമ്മന്തി. ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ചമ്മന്തിയും ഇഷ്ടമാണ്, സാമ്പാറും ഈ ചമ്മന്തിയും കൂടി കൂട്ടിയാണ് ഇവിടെ പിള്ളേർ കഴിക്കുന്നത്. ഞങ്ങൾക്ക് ദോശയായിരുന്നു. അപ്പം ഞാൻ ദോശ ചുട്ട് ചമ്മന്തിയും കൂട്ടിയാണ് ഇവവും കഴിച്ചത്, എല്ലാവരും കഴിച്ചത്. എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഈ ചമ്മന്തി. നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ആ ചമ്മന്തിന് എരിവ് മുളക് മാറ്റിയെടുക്കാം കേട്ടോ. മുളക് എന്തോരം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ മാറ്റിയെടുക്കാവേ. ഇത് ഞാൻ നെയ്യൊക്കെ ഇട്ടിട്ടുള്ള ഒരു ദോശയാണ്. ഇത് നമ്മൾ ഇപ്പം ഉണ്ടാക്കിയ ചമ്മന്തിയാണ്. ഈ ചമ്മന്തി ഇതും സാമ്പാറും ഉണ്ട്. സാമ്പാർ ഇന്നലെ വൈകിട്ട് വെച്ച സാമ്പാറാണ്. അപ്പോൾ സാമ്പാറും ഉണ്ട്. ഇത് 3ഉം കൂടി കഴിക്കുമ്പോഴും ഒരു ടേസ്റ്റാണ്. അത് ഈ 3 കൂടി വേണമെന്ന് പറയണത് ഞാനാണ് കേട്ടോ. പിള്ളേർക്ക് അങ്ങനെയൊന്നുമില്ല, ചമ്മന്തി ആണെങ്കിൽ മതി. എനിക്കിത് 3ഉം കൂടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേകതരം ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചമ്മന്തി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ചമ്മന്തി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് കേട്ടോ. മല്ലിയില വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ വേറൊരു ചമ്മന്തി എടുത്തേക്കുന്നത് ഉഴുന്നും വറ്റൽമുളക് കൂടി വറുത്തിട്ട് പൊടിച്ചെടുത്തിട്ട് എണ്ണ ചാലിച്ചെടുക്കത്തില്ലേ, ആ ചമ്മന്തിയാണേ. നമ്മൾ തേങ്ങ അരക്കുമ്പോൾ കുറച്ചായിട്ട് വെള്ളം ചേർത്ത് വേണം കേട്ടോ അരക്കാനായിട്ട്. ഒരുപാട് ലൂസ് ആവരുത്. ആ ഒരു രീതിക്ക് ഞാൻ കാണിച്ചേക്കണം, ആ ഒരു രീതിക്ക് വേണം ചമ്മന്തി അരക്കാനായിട്ട്. ദോശക്കും ഇഡ്ഡലിക്കൊക്കെ പറ്റിയ ഒരു നല്ലൊരു ചമ്മന്തിയാണ് കേട്ടോ ഇത്. ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതല്ലേ. അതേപോലെ തന്നെ ഇഷ്ടമെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്യണേ.